അപ്പോൾ മൗഢ്യം മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ആ ഗ്രഹത്തിന്റെ ബലത്തെ ഇല്ലാതാക്കുന്നു. ആ ഗ്രഹത്തിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ മൗഢ്യം, ഈ പ്രകാശം കൊണ്ടുള്ള മൗഢ്യം ഇതിന് വന്നു എന്നുള്ളതാണ് മൗഢ്യം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ മൗഢ്യവും മൗഢ്യങ്ങളല്ല. അതിന്റെ ഡിഗ്രി ബലം കണക്കാക്കിയതിന് ശേഷം മാത്രമേ അത് പറയാവൂ. മൗഢ്യം, ഗ്രഹമൗഢ്യം എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ സാധാരണപ്പെട്ടവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. പക്ഷേ എല്ലാവരും പറയുന്നൊരു സംഭവമാണ്, ചില ഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്ട്രെങ്ത് തരുന്നില്ല, അത് സൈലൻ്റ് ആയിട്ടിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ഫലങ്ങൾ ശക്തമല്ല, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കും ആക്ച്വൽ സാരാംശം എന്താണ്? ഗ്രഹമൗഢ്യം എന്ന് പറയുമ്പോൾ സൂര്യൻ അടുത്ത് നിൽക്കുമ്പോഴാണ് ഈ മൗഢ്യം ഉണ്ടാകുന്നത്. അതെ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ 2000 വാട്ട് പവറുള്ള ഒരു ബൾബാണ് സൂര്യൻ എന്ന് വിചാരിക്കുക. ഒരു 100 വാട്ട് ബൾബുള്ളതാണ് മറ്റ് ഗ്രഹങ്ങൾ. അത് ഇതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഈ 100 വാട്ട് ബൾബിന് പ്രകാശിക്കത്തക്ക ഒരു പവർ ഉണ്ടല്ലോ. അതാണ് സിമ്പിളായിട്ട് പറയാനുള്ള ഏറ്റവും എളുപ്പമാണ്. അതിനെയാണ് മൗഢ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം മൗഢ്യം വരണമെന്നില്ല. അതാണ് കാര്യം. ഇപ്പം നമ്മളൊരു ഗ്രഹനിലയിൽ നോക്കുമ്പോൾ രാ എന്നെഴുതിയിരിക്കും. അതിനടുത്ത് ചിലപ്പോൾ കൂ എന്നെഴുതിയിട്ടുണ്ടാവും, ഭൂ എന്നെഴുതിയിട്ടുണ്ടാവും, ചാ എന്നെഴുതിയിട്ടുണ്ടാവും, മാ എന്നെഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് മാത്രം മൗഢ്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. സൂര്യൻ്റെ അടുത്താണല്ലോ മൗഢ്യമായിപ്പോയി എന്ന് വിശ്വസിക്കും. തെറ്റാണ്. അവിടെ തെറ്റാണ്. ഓരോ ഗ്രഹത്തിനും ഇത്ര ഡിഗ്രിയുടെ ഉള്ളിൽ നിൽക്കുമ്പോഴും കൂടെ ഒന്നുമുണ്ട്. ഇപ്പൊ ബുധൻ മിക്കവാറും ബുധൻ സൂര്യൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും മിക്കവാറും ആൾക്കാരുടെ ജാതകത്തിൽ. അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും ബുധന് മൗഢ്യമുണ്ട്. അങ്ങനെയല്ല. ബുധൻ 13 ഡിഗ്രിയുടെ അടുത്ത് സൂര്യൻ്റെ അടുത്ത് നിൽക്കണം. സൂര്യനും ബുധനും തമ്മിലുള്ള വ്യത്യാസം 13 ഡിഗ്രിയിൽ നിൽക്കുമ്പോഴാണ് ഈ ബുധന് മൗഢ്യം വരും. അല്ലാതെ ഒരു രാശി മൊത്തം 30 ഡിഗ്രിയാണല്ലോ. 2 മൂലയിൽ നിന്നെന്ന് പറഞ്ഞാൽ അതിന് മൗഢ്യം വരണമെന്നില്ല. സൂര്യൻ്റെയും ബുധൻ്റെയും ആ സ്ഫുടം എടുത്ത് നോക്കുക. സ്ഫുടം എടുത്ത് നോക്കുമ്പോൾ അതിൽ ഡിഗ്രി ബലങ്ങൾ ഉണ്ടാവും. അത് ആ വ്യത്യാസം 13 ഡിഗ്രിയാണെങ്കിൽ മാത്രം ബുധന് മൗഢ്യം. 11 ഡിഗ്രി ആണെങ്കിൽ വ്യാഴത്തിന് മൗഢ്യം ഉണ്ടാവും. സൂര്യനും വ്യാഴവും തമ്മിലുള്ള വ്യത്യാസം 11 ഡിഗ്രി ആണെങ്കിൽ വ്യാഴത്തിന് മൗഢ്യമുണ്ട്. 9 ഡിഗ്രി ആണെങ്കിൽ ശുക്രന് മൗഢ്യമുണ്ട്. 12 ഡിഗ്രി ആണെങ്കിൽ ചന്ദ്രന് മൗഢ്യമുണ്ട്. അല്ലാതെ എല്ലാം സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്നതിന് മൗഢ്യം വരത്തില്ല. അപ്പോൾ മൗഢ്യം മനസ്സിലാക്കാനുള്ള ഇത്രയേ ഉള്ളൂ. ആ ഗ്രഹത്തിന്റെ ബലത്തെ ഇല്ലാതാക്കുന്നു. ആ ഗ്രഹത്തിന് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ മൗഢ്യം, ഈ പ്രകാശം കൊണ്ടുള്ള മൗഢ്യം ഇതിന് വന്നു എന്നുള്ളതാണ് മൗഢ്യം എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ എല്ലാ മൗഢ്യവും മൗഢ്യങ്ങളല്ല. അതിന്റെ ഡിഗ്രി ബലം കണക്കാക്കിയതിന് ശേഷം മാത്രമേ അത് പറയാവൂ. ഡിഗ്രി ബലം കണക്കാക്കുന്ന സമയത്ത് ഒരു ഗ്രഹത്തിന്റെ ബലം കുറവാണെങ്കിൽ മൗഢ്യം എന്ന് പറയുമ്പോൾ ആ പറയുന്ന കറണ്ട് സമയങ്ങളിൽ അവരുടെ ജാതകത്തിന് ഒരുപാട് ദോഷങ്ങൾ വരില്ലേ? മൗഢ്യമായ ഗ്രഹത്തിന്റെ ദശയിൽ അതെ ദോഷങ്ങളല്ല. ഇപ്പം ദോഷങ്ങൾ വരുന്നത് ലഗ്നാധിപന്റെ ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങളുടെ ദശകൾ, അഷ്ടമാധിപന്റെ ദശ, 12ാം ഭാവാധിപന്റെ ദശ ഒക്കെ വരുമ്പോഴാണ് ഈ ദോഷം. മാരകനായ ഗ്രഹത്തിന്റെ ദശ, 22ാം ദ്രേക്കാണാധിപനായ ഗ്രഹത്തിന്റെ ദശയോ ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ദോഷങ്ങൾ വരുന്നത്. ഇപ്പം ലഗ്നാധിപനായ ബുധൻ, മിഥുന ലഗ്നക്കാരനാണെന്ന് വിചാരിക്കുക. ലഗ്നാധിപനായ ബുധനാണ്. ബുധന്റെ ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ബുധൻ സൂര്യന്റെ 13 ഡിഗ്രിയുടെ അകത്ത് മൗഢ്യനായി നിൽക്കുകയാണ്. അപ്പൊ ലഗ്നാധിപന് ബലമില്ലെന്നേ ഉള്ളൂ അവിടെ. അല്ല, അദ്ദേഹത്തിന് ലഗ്നാധിപന്റെ ദശയിൽ ദോഷങ്ങളൊന്നും വരാനില്ല, കടുത്ത ദോഷങ്ങളൊന്നും വരാനില്ല. അപ്പം നമുക്ക് അനുകൂലനായ ഗ്രഹങ്ങളാണ് മൗഢ്യമാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗുണഫലങ്ങൾ അവിടെ കുറയുന്നുണ്ട്. അപ്പൊ അനുകൂലനാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ രത്നധാരണം ഏകദേശം പ്രയോജനപ്പെടും. പക്ഷെ പ്രതികൂലനായ ഗ്രഹമാണ് മൗഢ്യത്തിലെങ്കിൽ അതവിടെ മൗഢ്യത്തിൽ നിന്നോണ്ടേ ശരിയാ, കാര്യമില്ല. അപ്പോൾ ഈ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ശുക്രദശ വരിക എന്ന് പറയുന്നത്. എല്ലാവരും മുമ്പ് പോലെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ശുക്രദശ വന്നാൽ ശുക്രൻ അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ ശുക്രദശ വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് ആ ദശ വരുന്ന സമയത്ത് ശുക്രന് മൗഢ്യം വന്നാൽ എന്ത് സൊല്യൂഷനായിരിക്കും അവിടെ പരിഹാരമായിട്ട് നിൽക്കുക? ശുക്രന്റെ സൊല്യൂഷനേക്കാൾ കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ടത് ശുക്രന് സൊല്യൂഷൻ കൊടുത്താൽ മാറ്റം വരുമെന്ന് ആദ്യം ചിന്തിക്കണം. ഇപ്പോൾ ഡോക്ടർ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ജ്യോതിഷന്മാർ ചെയ്യാവൂ. അതെ, ആ മരുന്ന് കൊടുത്താൽ അദ്ദേഹത്തിന് മാറ്റം വരുമെന്ന് നോക്കുക. അല്ലെങ്കിൽ വെറുതെ അവരെ കൊണ്ട് കാശ് കളയിക്കാതിരിക്കുക. ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ശുക്രനുമായി റിലേറ്റ് ചെയ്ത ഒരുപാട് വഴിപാടുകളുണ്ട്. അതിൽ നമ്മൾ അതിന് മുന്നേ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ
കർക്കിടക ലഗ്നക്കാരന്, ചിങ്ങ ലഗ്നക്കാരന് ഇവർക്കൊന്നും ശുക്രന്റെ ദശ വന്നെന്നും പറഞ്ഞ് ഒരു ഗുണവും വരാൻ പോകുന്നില്ല. അവർ ചിലപ്പോൾ ശുക്രനിൽ നരയിക്കുന്നവരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ മീന ലഗ്നക്കാർക്ക് ശുക്രൻ അഷ്ടമാധിപതിയും കൂടെയാണ്. അവരുടെ ഉള്ള സമ്പാദ്യം കൂടെ ചിലപ്പോൾ ശുക്രദശ നഷ്ടപ്പെടും. അപ്പം ശുക്രൻ എല്ലാവർക്കും അനുകൂലനല്ല. ശുക്രദശയിൽ ഭിക്ഷയ്ക്ക് പോകേണ്ട അവസ്ഥ വരുന്ന എത്ര മനുഷ്യരുണ്ടെന്നറിയാം. ഉള്ള ജോലി നഷ്ടപ്പെട്ട് സകല സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ശുക്രന് മുമ്പുള്ള കേതു വളരെ നല്ലതായിരിക്കാം, 11-ൽ കേതു വയ്ക്കുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ അവർക്ക് ശുക്രൻ വരുമ്പോൾ മീന ലഗ്നക്കാരനാണ്, അഷ്ടമാധിപതിയായ ശുക്രൻ കന്നിരാശിയിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ അതുപോലെ 12-ലൂടെ നിൽക്കുന്നു, ഉള്ള മുഴുവൻ നഷ്ടപ്പെടുവാനും. അപ്പം ശുക്രൻ വരണമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ശുക്രൻ ബലവാനാണോ എന്ന് ആദ്യം തീരുമാനിക്കുക. അത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ ജാതകത്തിലോ ഗ്രഹനില തയ്യാറാക്കാൻ ചെല്ലുമ്പോൾ ആ ജ്യോത്സ്യം പറഞ്ഞു കൊടുക്കും, ഇന്ന ദശകളാണ് അനുകൂലമെന്ന് പറഞ്ഞു കൊടുക്കും. ആ 3-4 ഗ്രഹങ്ങളുടെ ദശയിലാണ് ഒരു മനുഷ്യൻ രക്ഷപ്പെടുന്നതും എല്ലാം. ബാക്കിയുള്ള ദശകളിൽ, ദോഷകരമായ ദശകളിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കുറയ്ക്കുക, വാക്തർക്കങ്ങൾ അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കൂട്ടൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് സൈലന്റ് ആകുന്നതാണ് മോശമായ ദശകളിൽ നല്ലത്. സമയം അറിഞ്ഞു പ്രവർത്തിക്കുന്നവനാണ് വിജയിക്കുന്നത്. എല്ലാ സമയവും നമുക്ക് ഒരുപോലെ എന്ന് ചിന്തിക്കുന്നവൻ ശരിക്കും വിഡിത്തമാണ് കാണിക്കുന്നത് ജീവിതത്തിൽ. നമുക്ക് എല്ലാവർക്കും ഒരിക്കലും ഒരേ സമയം വരില്ല. ചിലർക്ക് ശുക്രൻ മോശമായിരിക്കാം, പക്ഷെ ശുക്രൻ കഴിഞ്ഞു വരുന്ന സൂര്യൻ അവനെ വളരെ നല്ലൊരു നിലയിലേക്ക് കൊണ്ടെത്തും. ശുക്രനിൽ ഇവിടെ കിടന്ന് നരകിച്ച് സൂര്യദശയിൽ ചിലപ്പോൾ മറ്റൊരു വിദേശയാത്ര വന്നവൻ അവിടെ നിന്ന് ഭയങ്കരമായി രക്ഷപ്പെടും. അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഈ മൗഢ്യം എന്ന് പറയുന്ന ആ ഒരു ടേമിനെ ഞാൻ വിശദീകരിച്ചത് മനസ്സിലായി. ആ ഒരു പവറിനെ അനുസരിച്ചാണ് നമ്മളത് പറയുന്നത്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം വരാനാണ്, ചിലർക്ക് ചില ഗ്രഹങ്ങൾ മൗഢ്യത്തിലും നീചത്തിലും ആകുന്ന അവസ്ഥ വരും. ഇപ്പൊ ബുധൻ തന്നെ എടുക്കാം. ബുധൻ മീനരാശി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സൂര്യൻ്റെ അടുത്താണ്, മീനമാസത്തിലാണ് അവൻ ജനിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ സൂര്യൻ്റെ അടുത്ത് തന്നെയാണ്, സൂര്യന് 13 ഡിഗ്രിക്ക് അകത്താണ്, ബുധൻ്റെ നീചരാശിയാണ് മീനം. ആ വ്യക്തിയുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാം, പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കില്ല അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആദ്യത്തെ പോയിന്റ് അതാണ്. അതായത് അവൻ്റെ വിദ്യ അവന് പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ചില ലൈഫ് സ്റ്റൈലിലൂടെ അവൻ പോകും. MBBS ആയിരിക്കും പഠിച്ചിരിക്കുന്നത്, പക്ഷേ അദ്ദേഹത്തിന് ഡോക്ടറായി ജോലി ചെയ്യാൻ സാഹചര്യം വരാതെ അദ്ദേഹം വല്ല PSC ടെസ്റ്റ് എഴുതി ഏതെങ്കിലും ഒരു ഓഫീസിൽ ഇരിക്കേണ്ട അവസ്ഥ, അല്ലെങ്കിൽ LLB ആയിരിക്കും പഠിച്ചത്, അദ്ദേഹത്തിന് ആ LLBയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാതെ മറ്റേതെങ്കിലും ഓഫീസിലോ അല്ലെങ്കിൽ ടെക്നോ പാർക്കിലോ ജോലി ചെയ്യേണ്ട അവസ്ഥ ഒക്കെ വന്ന് പോകുക. അങ്ങനെയുള്ള മനുഷ്യനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പഠിച്ച വിദ്യ ആയിരിക്കത്തില്ല അദ്ദേഹം ചെയ്യുന്നത്. ചിലപ്പോൾ ഫോട്ടോഗ്രാഫി ആയിരിക്കും പഠിക്കുന്നത്, പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഗൾഫിൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ പാവം അദ്ദേഹത്തിൻ്റെ ജീവിതം സർവൈവ് ചെയ്ത് പോവുകയായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പം നീചത്തിലും മൗഢ്യമായിട്ട് വരുമ്പോഴാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ലാത്ത തരത്തിലേക്ക് വരുന്നത്. അതൊക്കെ നേരത്തെ തിരിച്ചറിഞ്ഞ് പരിഹാരം ചെയ്യണം. നേരത്തെ തിരിച്ചറിയണം. അല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓടിച്ചെന്നൊരു കല്ല് മേടിച്ചിട്ടല്ല അതിൻ്റെ പരിഹാരം, അല്ലെങ്കിൽ ഓടിച്ചെന്നൊരു ജോത്സ്യനെ കണ്ടൊരു വഴിപാട് ചെയ്യലല്ല അതിൻ്റെ പരിഹാരം. നമ്മളിത് നേരത്തെ കൂട്ടി തീരുമാനിക്കുക. കാരണം ഈ ദോഷമൊന്നും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയറി വരുന്നതല്ല. ഈ കാര്യങ്ങൾ ഏകദേശം ഈ ദശാപ്രകാരം നമ്മളെ ജനന സമയം കൃത്യമാണെങ്കിൽ ആ ദശാപ്രകാരം ഇന്ന സമയത്ത് ഇന്നത് വരും എന്നുള്ളത് നമുക്ക് കൃത്യമായി കണക്കൂട്ടാനുള്ള സംവിധാനം 5500 വർഷം മുമ്പുണ്ട്. വരാഹമീരൻ്റെ സമയം മുതലുണ്ട്. ഈ കാൽക്കുലേറ്ററോ ഈ സോഫ്റ്റ്വെയറോ ഈ ഒന്നുമില്ലാത്ത സമയത്ത് അദ്ദേഹം കൃത്യമായി അവിടെ പ്രവചിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇന്നും അതേ ശാസ്ത്രം തന്നെയാണ് നമ്മൾ ഈ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിതിലോട്ടൊന്നും മാറ്റം വരുത്താനില്ല. പക്ഷേ ആധുനികമായ തരത്തിൽ മനസ്സിലാകുന്നത് പോലെ നമ്മൾ ഇതൊന്ന് കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളുടെ ജാതകത്തിൽ രാജധനം വാങ്ങാൻ യോഗം, അപ്പോൾ രാജാവിൻ്റെ ധനം ഇനിയിപ്പോൾ അവിടെ നിന്നാ അങ്ങനെ ഒരു സംശയം വരും. അപ്പോൾ രാജധനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ജോലി കിട്ടാൻ യോഗം എന്ന് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുതിരപ്പുറത്ത് കയറാൻ യോഗമുണ്ട്, അന്നത്തെ സമയമാണ് ആ കുതിര. അപ്പം നമ്മൾ എന്താ പറയുക, നിങ്ങൾക്ക് ഒരു 4 വീലർ എടുക്കാനുള്ള യോഗം കാണുന്നു എന്ന് നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ജ്യോതിഷം ഈ ജ്യോതിഷമായിട്ട് നമ്മളുടെ ജനറേഷൻ അനുസരിച്ച് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അവർക്ക് മനസ്സിലാകും, ഇപ്പോഴത്തെ ജനറേഷൻ ഇത് മനസ്സിലാകും. പക്ഷേ ഇതില്ല, അല്ലെങ്കിൽ ഇത് അന്ധവിശ്വാസമാണ് എന്ന് കേട്ട് വളരുന്നുണ്ട്. പല സോഷ്യൽ മീഡിയയിലുള്ള അങ്ങനെ കേട്ട് വളരുമ്പോൾ ഇത് കള്ളത്തരമായിട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ അമേരിക്കയിൽ പോയിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അമേരിക്ക ഇല്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെയാണ് നമുക്ക് ഈ ജ്യോതിഷം നമുക്ക് ഡീപ്പായിട്ട് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ നമ്മളത് അറിയാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ജ്യോതിഷമില്ല എന്ന് പറഞ്ഞുള്ളത്.
ജ്യോതിഷം മനസ്സിലാക്കുക, വ്യക്തമായി പഠിച്ച ആൾക്കാരുമായി ജ്യോതിഷം എങ്ങനെയാണ് ജീവിതത്തിൽ ബാധിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് അതിനെ നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ ജ്യോതിഷവും ജീവിതവുമായിട്ടുള്ള ബന്ധവും അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്നും തിരിച്ചറിയാൻ പറ്റും. മനസ്സിലായി. നല്ലൊരു ദൈവജ്ഞന് മാത്രമേ നല്ലൊരു വഴികാട്ടിയാവാൻ പറ്റൂ. സോ അപ്പോൾ ഇങ്ങനത്തെ ഗ്രഹമൗഢ്യം വരുന്ന സമയങ്ങളിൽ നല്ല ദൈവജ്ഞനുമായിട്ട് കൺസൾട്ട് ചെയ്യട്ടെ, അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കട്ടെ, മൗഢ്യം മാറ്റി നല്ലൊരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് ലൈഫ് മുന്നിലേക്ക് പോട്ടെ. അതെ, തീർച്ചയായിട്ടും. സന്തോഷം, നന്ദി, നമസ്കാരം.